ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മളെല്ലാവരും ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹിച്ച് വന്നവരാണ്. സോ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട വളരെ സിമ്പിളായിട്ടുള്ള നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യേണ്ട കുറച്ച് സിമ്പിളായിട്ടുള്ള വേർഡ്സുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും ക്ലാസ് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വേർഡ് പറയാണ് ഓൾവേസ്. ഓൾവേസ് എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്താണ്? ഇപ്പോഴും എപ്പോഴും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും രണ്ടും സെയിമാണ്. അപ്പം ഓൾവേസ് എല്ലായ്പ്പോഴും. ഇനി ഇത് ഉപയോഗിച്ചുള്ള ഒരു സെൻറ്റൻസ് നമുക്ക് പറയാം. ഏത് സന്ദർഭത്തിലാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഐ ഓൾവേസ് ക്യാരി എ ബോട്ടിൽ ഓഫ് വാട്ടർ വിത്ത് മീ. ഐ ഓൾവേസ് ക്യാരി എ ബോട്ടിൽ ഓഫ് വാട്ടർ വിത്ത് മീ. ഞാൻ എപ്പോഴും എൻ്റെ കൂടെ എന്ന് വെച്ചാൽ ഞാൻ പോകുന്നിടത്തേക്കൊക്കെ ഞാൻ എപ്പോഴും ഒരു ബോട്ടിൽ വെള്ളം കൊണ്ട് നടക്കാറുണ്ട്. എല്ലായ്പ്പോഴും. ഐ ഓൾവേസ് ക്യാരി, ഞാൻ എല്ലായ്പ്പോഴും ക്യാരി ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ കൊണ്ട് നടക്കാറുണ്ട്. എ ബോട്ടിൽ ഓഫ് വാട്ടർ വിത്ത് മീ. എൻ്റെ കൂടെ എപ്പോഴും ഞാൻ ആ ഒരു ബോട്ടിൽ വെള്ളം ഞാൻ എപ്പോഴും കൊണ്ട് നടക്കാറുണ്ട്. എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ബോട്ടിൽ വെള്ളമുണ്ട് എന്നർത്ഥം. ഓക്കെ, നെക്സ്റ്റ് ഒരു സെൻറ്റൻസും കൂടെ നോക്കാം. ദിസ് ഏരിയ ഈസ് ഓൾവേസ് ഫിൽഡ് വിത്ത് ടൂറിസ്റ്റ്. ദിസ് ഏരിയ ഈസ് ഓൾവേസ് ഫിൽഡ് വിത്ത് ടൂറിസ്റ്റ്. ഈ ഒരു പ്രദേശം എപ്പോഴും ടൂറിസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ദിസ് ഏരിയ ഈസ് ഓൾവേസ് ഫിൽഡ് വിത്ത് ടൂറിസ്റ്റ്. എപ്പോഴും ടൂറിസ്റ്റുകൾ കൊണ്ട് ഈ ഒരു ഏരിയ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. മറ്റൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഷീ ഓൾവേസ് ലെറ്റ്സ് ഹർ ചിൽഡ്രൻ ഡു വാട്ട് ദേ വാണ്ട്. എന്താണ് അർത്ഥം? ഷീ ഓൾവേസ് ലെറ്റ്സ് ഹർ ചിൽഡ്രൻ. അവൾ എപ്പോഴും അവളുടെ കുട്ടികളെ അനുവദിക്കും. ലെറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ലെറ്റ്, അനുവദിക്കുക. ഹർ ചിൽഡ്രൻ, അവളുടെ കുട്ടികളെ. ഡു വാട്ട് ദേ വാണ്ട്, അവരെന്താണ് ആഗ്രഹിക്കുന്നത് അത് ചെയ്യാനായിട്ട് അവൾ എല്ലായ്പ്പോഴും അവളുടെ കുട്ടികളെ അനുവദിക്കാറുണ്ട്. ഷീ ഓൾവേസ് ലെറ്റ്സ് ഹർ ചിൽഡ്രൻ ഡു വാട്ട് ദേ വാണ്ട്. ഡു വാട്ട് ദേ വാണ്ട് എന്ന് വെച്ചാൽ എന്താണ്? അവരെന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാനായിട്ട്. കിട്ടിയോ? അടുത്ത വേർഡ് പറയാണ് യൂഷ്വലി. യൂഷ്വലി എന്ന് വെച്ചാൽ എന്താണ്? സാധാരണയായിട്ട് എന്നാട്ടോ. സാധാരണയായിട്ട് നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, സാധാരണ ഞാൻ അവിടെ പോകാറുണ്ട്, സാധാരണ എല്ലാ ഞായറാഴ്ചയും ഞാൻ അവളെ കാണാറുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ സെൻറ്റൻസുകൾ പറഞ്ഞു നോക്കാം. ഐ യൂഷ്വലി ഗെറ്റ് അപ്പ് അറൗണ്ട് 8 o'clock. ഐ യൂഷ്വലി ഗെറ്റ് അപ്പ് അറൗണ്ട് 8 o'clock. ഞാൻ സാധാരണ ഒരു 8 മണിൻ്റെ ഉള്ളിൽ എണീക്കാറുണ്ട്. ഐ യൂഷ്വലി ഗെറ്റ് അപ്പ് അറൗണ്ട് 8 o'clock. ശരിയല്ലേ? ഐ യൂഷ്വലി ഗെറ്റ് അപ്പ്, ഞാൻ സാധാരണ എണീക്കാറുണ്ട്, ഞാൻ സാധാരണയായിട്ട് എണീക്കാറുണ്ട്. അറൗണ്ട് 8 o'clock, ഒരു 8 മണീൻ്റെ ഉള്ളിൽ ഞാൻ സാധാരണയായിട്ട് എണീക്കാറുണ്ട്. ഓക്കെ, കിട്ടിയോ? നെക്സ്റ്റ്, ഷീ യൂഷ്വലി സിങ്സ് ഇൻ ദ ഷവർ. ഷീ യൂഷ്വലി സിങ്സ് ഇൻ ദ ഷവർ. എന്താണ്? അവൾ സാധാരണയായിട്ട് കുളിക്കുമ്പോൾ പാട്ട് പാടാറുണ്ട്. ഷീ യൂഷ്വലി സിങ്സ്, അവൾ സാധാരണ പാടാറുണ്ട്. ഇൻ ദ ഷവർ, കുളിക്കുമ്പോൾ എന്ന് വെച്ചാൽ കുളിക്കുന്ന സമയത്ത് അവൾ സാധാരണ പാട്ട് പാടാറുണ്ട്. വി യൂഷ്വലി ഗോ ടു റെസ്റ്റോറൻറ്റ് ഓൺ സൺഡേയ്സ്. എന്താണ്? ഞായറാഴ്ചകളിൽ സാധാരണയായിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോകാറുണ്ട്. വി യൂഷ്വലി ഗോ ടു റെസ്റ്റോറൻറ്റ് ഓൺ സൺഡേയ്സ്. ഓൺ സൺഡേയ്സിൽ, ഞായറാഴ്ചകളിൽ എന്താണ്? സാധാരണയായിട്ട് ഞങ്ങൾ സാധാരണയായിട്ട് ഗോ ടു റെസ്റ്റോറൻറ്റിൽ പോകാറുണ്ട്. അടുത്ത വേർഡ് പറയാം ഓഫൺ. ഓഫൺ എന്താണ്? നമുക്ക് അറിയേണ്ട വാക്കായിട്ട്. ഓഫൺ എന്താണ്? പലപ്പോഴും എന്നായിട്ട് അർത്ഥം. ഓഫൺ, പലപ്പോഴും. ഓക്കെ, നമുക്ക് സെൻറ്റൻസ് പറയാം. ഐ ഓഫൺ ഫോർഗെറ്റ് തിങ്സ്. ഞാൻ പലപ്പോഴും എന്താണ്? ഓരോ വസ്തുക്കൾ ഇങ്ങനെ മറക്കാറുണ്ട്. ഐ ഓഫൺ ഫോർഗെറ്റ് തിങ്സ്. ഐ ഓഫൺ ട്രാവൽ. ഐ ഓഫൺ ട്രാവൽ, ഞാൻ പലപ്പോഴും യാത്ര പോകാറുണ്ട്, ഞാൻ പലപ്പോഴും യാത്ര ചെയ്യാറുണ്ട്. ഐ ഓഫൺ ട്രാവൽ. ഹി ഓഫൺ ഹെൽപ്സ് അതേഴ്സ്. അവൻ പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്. എങ്ങനെ പറയാം? ഹി ഓഫൺ ഹെൽപ്സ് അതേഴ്സ്. ഹി ഓഫൺ ഹെൽപ്സ് അതേഴ്സ്. അടുത്ത വേർഡ് നമുക്ക് പറയാം ജനറലി. ജനറലി എന്ന് വെച്ചാൽ എന്താണ്? മലയാളത്തിൽ എന്ത് പറയാം? പൊതുവേ എന്നാട്ടോ. ജനറലി എന്ന് വെച്ചാൽ പൊതുവേ എന്നുള്ളതാണ്. നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വേർഡ് തന്നെയാണ് കേട്ടോ. പൊതുവേ എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ ഒരുപാട് സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഐ ജനറലി ഗെറ്റ് അപ്പ് അറ്റ് 8 AM. ഐ ജനറലി ഗെറ്റ് അപ്പ് അറ്റ് 8 AM. ഞാൻ 8 മണിക്ക് പൊതുവേ എണീക്കാറുണ്ട്. ഐ ജനറലി ഗെറ്റ് അപ്പ് അറ്റ് 8 AM. കിട്ടി. ദിസ് ഈസ് ജനറലി എ പോപ്പുലർ സോങ്. ഇത് പൊതുവേ ഒരു പോപ്പുലർ ആയിട്ടുള്ള സോങ് ആണ്. ദിസ് ഈസ് ജനറലി എ പോപ്പുലർ സോങ്. ഇത് പൊതുവെ ഒരു പോപ്പുലർ ആയിട്ടുള്ള പ്രസിദ്ധമായ ഒരു പാട്ടാണ്. ദേ ജനറലി ലൈക്ക് ടു ഈറ്റ് ചിക്കൻ. അവർ പൊതുവെ ചിക്കൻ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ദേ ജനറലി ലൈക്ക് ടു ഈറ്റ് ചിക്കൻ.
കിട്ടിയോ? അവർ പൊതുവേ ചിക്കൻ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. വി ജനറലി ഈറ്റ് സ്പൈസി ഫുഡ്. വി ജനറലി ഈറ്റ് സ്പൈസി ഫുഡ്. ഞങ്ങൾ പൊതുവേ സ്പൈസി ഫുഡാണ് കഴിക്കാറുള്ളത്. അടുത്ത വേർഡ് പറയാം, സംടൈംസ്. സംടൈംസ് എന്താണ്? ചിലപ്പോൾ എന്നാട്ടോ. നമ്മൾ ഇഷ്ടം പോലെ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ചിലപ്പോൾ എന്നുള്ള വാക്ക് അല്ലേ, സംടൈംസ്. നമുക്ക് മലയാളത്തിൽ എവിടെ എങ്ങനെ ഉപയോഗിക്കണം നമുക്കറിയാം. ഇനി ഇംഗ്ലീഷിൽ എവിടെ ഉപയോഗിക്കാൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് സെൻറ്റൻസ് പറയാം. വി ഓൾ മേക്ക് മിസ്റ്റേക്സ് സംടൈംസ്. എന്താണ്? ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെല്ലാവരും മിസ്റ്റേക്സ് വരുത്താറുണ്ട്, നമ്മളെല്ലാവരും തെറ്റ് വരുത്താറുണ്ട്. വി ഓൾ മേക്ക് മിസ്റ്റേക്സ് സംടൈംസ്. ചില സമയങ്ങളിൽ നമ്മളെല്ലാവരും തെറ്റുകൾ വരുത്താറുണ്ട്. സംടൈംസ് ഷീ വർക്ക്സ് 9 hours a day. എന്താണ്? ചിലപ്പോൾ ഒരു ദിവസം അവളൊരു 9 മണിക്കൂറും വർക്ക് ചെയ്യാറുണ്ട്. സംടൈംസ് ഷീ വർക്ക്സ് 9 hours a day. ചിലപ്പോൾ അവൾ ഒരു ദിവസം 9 മണിക്കൂർ വർക്ക് ചെയ്യാറുണ്ട്. സംടൈംസ് ഐ തിങ്ക് ഹി ഡിസ്ലൈക്സ് മീ. ചിലപ്പോൾ എനിക്ക് തോന്നും അവൻ എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. സംടൈംസ് ഐ തിങ്ക്, ചില സമയത്ത് എനിക്ക് തോന്നും, ഐ തിങ്ക് എന്താണ്? ഹി ഡിസ്ലൈക്സ് മീ, അവൻ എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത വേർഡ് എന്താണ്? ഒക്കേഷണലി. ഒക്കേഷണലി എന്താണ്? ഇടക്ക് എന്നായിട്ട്. ഒക്കേഷണലി ഇടക്കൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഉപയോഗിക്കുന്ന സന്ദർഭം നോക്കാം. ഐ സീ ഹിം ഒക്കേഷണലി ഇൻ ടൗൺ. ഞാൻ ടൗണിൽ വെച്ചിട്ട് അവനെ ഇടക്കൊക്കെ കാണാറുണ്ട്. ഐ സീ ഹിം, ഞാൻ കാണാറുണ്ട്. ഒക്കേഷണലി ഇടയ്ക്ക്. ഇൻ ടൗൺ, ടൗണിൽ വെച്ചിട്ട് ഞാൻ അവനെ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. എങ്ങനെ പറയാം? ഐ സീ ഹിം ഒക്കേഷണലി ഇൻ ടൗൺ. നെക്സ്റ്റ്, ദേ വിസിറ്റഡ് മീ ഒക്കേഷണലി. ഇടയ്ക്കൊക്കെ അവർ എന്നെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ദേ വിസിറ്റഡ് മീ ഒക്കേഷണലി. ഇടയ്ക്കൊക്കെ അവർ എന്നെ സന്ദർശിച്ചിട്ടുണ്ട്. മൈ ഫാദർ ഒക്കേഷണലി ക്ലീൻസ് ദ ഗാർഡൻ. മൈ ഫാദർ ഒക്കേഷണലി ക്ലീൻസ് ദ ഗാർഡൻ. എന്താണ്? എൻ്റെ അച്ഛൻ ഇടയ്ക്കൊക്കെ ഗാർഡൻ ക്ലീൻ ചെയ്യാറുണ്ട്. മൈ ഫാദർ ഒക്കേഷണലി ക്ലീൻസ് ദ ഗാർഡൻ. ഓക്കെ, അപ്പോൾ ഒക്കേഷണലി വെച്ചിട്ട് നിങ്ങൾക്ക് സെൻറ്റൻസുകൾ പറയാൻ പറ്റൂലേ? ഇനി അടുത്ത വേർഡ് നോക്കാം. റെയർലി. റെയർലി എന്താണ്? അപൂർവമായിട്ട് കേട്ടോ. ഒക്കേഷണലി ഇടയ്ക്കൊക്കെ, റെയർലി അപൂർവമായിട്ട്. നമുക്ക് നോക്കാം. മൈ ചിൽഡ്രൻ റെയർലി വാച്ച് TV. എൻ്റെ കുട്ടികൾ അപൂർവമായിട്ടൊക്കെ TV കാണാറുണ്ട്. മൈ ചിൽഡ്രൻ റെയർലി വാച്ച് TV. ഷീ റെയർലി കംസ് ഹിയർ. അവൾ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്. ഷീ റെയർലി കംസ് ഹിയർ. അവൾ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്. ദേ റെയർലി സ്പോക്ക് ഓഫ് ദെയർ ഫ്യൂച്ചർ ലൈഫ്. അവർ ഇടയ്ക്കൊക്കെ അവരുടെ ഭാവി ജീവിതത്തെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ദേ റെയർലി സ്പോക്ക് ഓഫ് ദെയർ ഫ്യൂച്ചർ ലൈഫ്. ദേ റെയർലി സ്പോക്ക് ഓഫ് ദെയർ ഫ്യൂച്ചർ ലൈഫ്. ലാസ്റ്റ് വേർഡ് ഇൻ അവർ ലിസ്റ്റ് ഈസ് നെവർ. നെവർ എന്ന് വെച്ചാണ് ഒരിക്കലും. ഒരു നെഗറ്റീവ് വേർഡാട്ടോ. നമ്മൾ ഒരിക്കലും, ഞാൻ അവിടെ ഒരിക്കലും പോയിട്ടില്ല, ഞാനത് ഒരിക്കലും ചെയ്തിട്ടില്ല, ഞാൻ അവനെ കണ്ടിട്ടില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ നെവർ എന്നുള്ള ഈ വേർഡ് യൂസ് ചെയ്യാവുന്ന കേട്ടോ. സെൻറ്റൻസ് നോക്കാം. വി നെവർ ലൈ. ഞങ്ങൾ ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ല. വി നെവർ ലൈ. ഐ ഹാവ് നെവർ പ്ലേഡ് ചെസ്സ്. ഞാൻ ഒരിക്കലും ചെസ്സ് കളിച്ചിട്ടില്ല. ഞാൻ ചെസ്സ് കളിച്ചിട്ടില്ല. ഐ നെവർ പ്ലേഡ് ചെസ്സ് എന്നാട്ടോ പറയാം. നെക്സ്റ്റ്, ഷീ ഹാസ് നെവർ സീൻ ഹിം. അവൾ അവനെ കണ്ടിട്ടില്ല. ഷീ ഹാസ് നെവർ സീൻ ഹിം. അവൾ അവനെ കണ്ടിട്ടില്ല. ഐ വിൽ നെവർ ഷോപ്പ് അറ്റ് ദാറ്റ് സ്റ്റോർ അഗെയിൻ. ഞാൻ ഇനി ഒരിക്കലും ആ സ്റ്റോറിൽ നിന്നും സാധനങ്ങൾ വാങ്ങില്ല. ഐ വിൽ നെവർ ഷോപ്പ്. ഞാൻ ഷോപ്പ് ചെയ്യില്ല. ഓക്കെ, ഐ വിൽ ഷോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ ഷോപ്പ് ചെയ്യും, ഞാൻ പർച്ചേസ് ചെയ്യും. ഇവിടെ നെവർ വന്നുകൊണ്ട് എന്താണ്? ഞാൻ ഷോപ്പ് ചെയ്യില്ല. ഐ വിൽ നെവർ ഷോപ്പ് അറ്റ് ദാറ്റ് സ്റ്റോർ. ആ സ്റ്റോറിൽ നിന്നും അഗെയിൻ, വീണ്ടും. അപ്പോൾ ഇനി ഒരിക്കലും ഞാൻ ആ സ്റ്റോറിൽ നിന്നും സാധനങ്ങൾ ഷോപ്പ് ചെയ്യില്ല എന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 8 വാക്കുകൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഓൾവേസ്, എപ്പോഴും. ഓർത്ത് വയ്ക്കാം കേട്ടോ. ഓൾവേസ്, എപ്പോഴും. യൂഷ്വലി, സാധാരണയായിട്ട്. ഓഫൺ, എന്താണ്? ഓഫൺ എന്താണ്? പലപ്പോഴും. ജനറലി, പൊതുവേ. സംടൈംസ്, ചിലപ്പോൾ. ഒക്കേഷണലി, ഇടയ്ക്ക്. റെയർലി, അപൂർവമായിട്ട്. നെവർ, ഒരിക്കലുമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ 8 വാക്കുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഈ 8 വാക്കുകളും നമ്മുടെ ഡെയിലി കോൺവെർസേഷനിൽ നമുക്ക് മസ്റ്റായിട്ടും ഓർത്ത് വെക്കേണ്ടതാണ്. നമ്മൾ മലയാളത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി എല്ലാവരും ഇംഗ്ലീഷിലും ഇതുപോലെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള 1-2 സെൻറ്റൻസുകളൊക്കെ നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മുടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക്
ഇഷ്ടമെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.